Hello everyone, welcome to Ace Chemistry channel. ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന മൊഡ്യൂളിലെ ഗ്രൂപ്പ് 13 എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ STOX നമ്പർ പറഞ്ഞു, ബൊറൈൻസിന്റെ STOX നമ്പർ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ബൊറൈൻസിന്റെ സ്ട്രക്ചർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി വെയ്ഡ്സ് റൂൾ എന്ന് പറയുന്ന റൂൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വെയ്ഡ്സ് റൂൾ വെച്ചിട്ട് ബൊറൈൻസിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ടത് ഇതാണ് നമ്മുടെ ബൊറൈൻസ്. കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ബൊറൈൻസ് സൂപ്പർ ക്ലോസോ, ഹൈപ്പർ ക്ലോസോ, ക്ലോസോ, നിഡോ, അരാക്കിനോ, ഹൈഫോ, ക്ലാഡോ, ഇത്രയാണ് മാക്സിമം വരുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ ബൊറൈൻസിന്റെ ഫോർമുല എഴുതാം. ജനറൽ ആയിട്ടുള്ള ഫോർമുല എഴുതാം. സൂപ്പർ ക്ലോസോ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർമുല BnHn2+. ഓക്കെ, ഹൈപ്പർ ക്ലോസോ ആണെങ്കിൽ BnHn. ക്ലോസോ BnHn2-. നിഡോ BnHn4-. അരാക്കിനോ BnHn6-. ഹൈഫോ BnHn8-. അതുപോലെ ലാസ്റ്റ് ക്ലാഡോ എന്താണ് BnHn10-. ഓക്കെ, അപ്പൊ ഇത്ര നമ്മൾ എന്താ അറിയണം, ഫോർമുലാസ് നമ്മൾ അറിയണം. അപ്പൊ ഈ ഓർഡർ അറിഞ്ഞാൽ മതി. 2+ സ്റ്റാർട്ട് ചെയ്യുന്നു, ലാസ്റ്റ് എൻഡ് ചെയ്യുന്നു 10- എന്നാണ്. സൂപ്പർ ക്ലോസോ, ഹൈപ്പർ ക്ലോസോ, പിന്നെ ക്ലോസോ, നിഡോ, അരാക്കിനോ, ഹൈഫോ, ക്ലാഡോ, ഈ ഓർഡർ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ഫോർമുല എങ്ങനെയാണ്, BnHn ആണ്, 2+ തുടങ്ങുന്നു, പിന്നെ ഇവിടെ 1 ആണ്, 1+, അല്ലെ, പിന്നെ 2-, 4-, 6-, 8-, 10-. അപ്പൊ ഈ ഓർഡർ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അതായത് ഒരു സ്ട്രക്ചർ തരും, ഏതെങ്കിലും ഒരു ബൊറൈൻ തരുന്നു, ഇങ്ങനെ ബൊറൈൻ തരും, അതിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടുപിടിക്കണം. നിഡോ ആണോ, ക്ലോസ് ആണോ, അരാക്കിനാണോ, അങ്ങനെയാണ് ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് B2H6 ആണുള്ളത് അല്ലെ. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം, B2H6 നമ്മൾ എന്തായിട്ട് എഴുതുന്നു, BH2H3 ആയിട്ട് എഴുതുന്നു. ഓക്കെ, ഇങ്ങനെ എഴുതുമല്ലോ. H4 ആയിട്ട് എഴുതുന്നു കേട്ടോ. 4 അല്ലേ, H4. മൊത്തം ഹൈഡ്രജൻ 6 അല്ലേ, അപ്പൊ ഇവിടെ H4 ആയിട്ട് എഴുതുന്നു. ഓക്കെ, ഇതിനെ ആക്ച്വലി നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റി എഴുതണം. എങ്ങനെ എഴുതണം? നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയാണ്, എല്ലാതും BnHn എന്ന രീതിയിലല്ലേ. അതായത് ഇവിടെ N, ബോറോണിന്റെ എണ്ണും ഹൈഡ്രജൻ എണ്ണും സെയിം ആയി നിൽക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം കേട്ടോ, B2H2 ഇങ്ങനെ എഴുതാൻ ഒന്നുകൂടി നമുക്ക് സുഖം, കാരണം ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ H4 ബാക്കിയുണ്ട്. അപ്പൊ ഹൈഡ്രജൻ എത്രയായി, 2 ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ കൂട്ടി കറക്റ്റ് എത്രയായി, 6 ഹൈഡ്രജൻ ആയി. അപ്പോൾ എത്രയാണോ ബോറോൺ ഉള്ളത് അത്രയും ഹൈഡ്രജൻ ആക്കി നമ്മൾ ഇങ്ങനെ എഴുതണം, B2H2 പിന്നെ H4, ബാക്കി ഹൈഡ്രജൻ നമ്മൾ പുറത്തെഴുതാം. ഇനി നമ്മൾ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് എന്താണ്, ഇവിടുന്ന് ഈ ഹൈഡ്രജൻ നമ്മളൊന്ന് റിമൂവ് ചെയ്യാണ്. ഹൈഡ്രജൻ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അതായത് ഇവിടുന്ന് ഈ 4 H+ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് റിമൂവ് ആയി പോവാണ്. എത്ര ഹൈഡ്രജൻ ആണോ പുറത്തുള്ളത് അത്രയും ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് എഴുതണം. അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ 4 എണ്ണാണ് പോകുന്നത് അല്ലെ, 4 പോസിറ്റീവ് ചാർജ് ഇവിടുന്ന് പോവാണ്. അപ്പൊ 4 പോസിറ്റീവ് ചാർജ് പോകുമ്പോൾ ഇവിടെ ബാക്കി എന്താ ഉള്ളത്, B2H2 അല്ലേ. ആ B2H2 എന്തായിട്ട് മാറും, B2H2 എത്രയാണോ പോസിറ്റീവ് ചാർജ് പോയത് അത്രയും നെഗറ്റീവ് ചാർജ് എന്തും ഇവിടെ ബാക്കി വരും. മനസ്സിലായോ? B2H2 4-. ഇവിടെ 4 H+ പോയി, അതുകൊണ്ട് ഇവിടെ 4- ആണ് നമ്മൾ ബാലൻസിന് കൊടുക്കേണ്ടത്. ബാലൻസ് ഉള്ള B2H2 നമ്മൾ എന്ത് കൊടുക്കണം, 4- ആയിരിക്കും ചാർജ്. അപ്പൊ B2H2 4- എന്ന് പറയുന്ന ഏത് ഫോർമുല, അപ്പോ BnHn4- എന്ന ഫോർമുല അല്ലേ. N ഇവിടെ 2 ആണ് അല്ലെ. അപ്പൊ ഇത് ഏത് ബൊറൈനാ നോക്കിയാൽ മതി. നമ്മളെ ടേബിളിലുള്ള ബൊറൈൻ ഏത് ബൊറൈനാണിത്, BnHn4-, യെസ്, ഏതാണ്, നിഡോ ആണ് അല്ലെ. BnHn4- ഏതാണ്, നിഡോ ആണ്. അപ്പൊ ഇവിടെ ഏതാ ആൻസർ, എന്താ വരിക, ആൻസർ ഇതെന്താണ്, നിഡോ ആയിട്ടുള്ള ബൊറൈൻ ആണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടി അടുത്തൊന്ന് എടുത്തു നോക്കാം കേട്ടോ. അടുത്ത് നമ്മൾ എടുക്കുന്നത് B9H15 ആണ്. ഇതെങ്ങനെ എഴുതാം, B9H9 അല്ലെ, രണ്ടും സെയിം ആയിട്ട് എഴുതാം. ബോറോണും ഹൈഡ്രജനും സെയിം ആയിട്ട് എഴുതാം. ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട്, 9 + 6 ആണ് 15. പുറത്ത് എന്ത് എഴുതാം, H+ എന്ന് എഴുതാം, H6 എന്ന് എഴുതാം. ഓക്കെ, H6 എന്ന് എഴുതാം. ഇനി ഇതിന് എന്ത് ചെയ്യാം, നമ്മൾ 6H+ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് റിമൂവ് ചെയ്ത് പോകുന്നു. അപ്പൊ ബാക്കിയോ B9H9 എത്രയാണോ റിമൂവ് ചെയ്തത് അതെന്ന് എഴുതുന്നു, 6- ആയിട്ട് എഴുതുന്നു. ഇതെന്ത് ഫോർമുല ആയി, ഇപ്പോ BnHn6- ഫോർമുല ആയി അല്ലെ. BnHn6- എന്ന് പറഞ്ഞാൽ ഏതാണ്, BnHn6- ഇതാണ് അല്ലെ. ഏതാണ്, അരാക്കിനോ. ഓക്കെ, ഈ ടേബിൾ പഠിച്ചാൽ മാത്രം മതി, ചെയ്യാൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആണ്. അപ്പൊ ആൻസർ എന്താണ്, അരാക്കിനോ.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ BF(H8 മൈനസ്). ഇവിടെ ഓൾറെഡി എന്തുണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇങ്ങനെയല്ല കോമ്പൗണ്ട്. B5H8 ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? B5 ഹൈഡ്രജനെയും ബോറോൺ എണ്ണം ഒരേപോലെ ആക്കി എഴുതാം. പിന്നെ ഇവിടെ ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. 5 + 3 8 ആയി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? 3H+ കളയാം. 3H+ കളയുമ്പോൾ എന്ത് കിട്ടും? -3H+ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B5H5. ഇവിടെ ശരിക്കും എത്ര വരേണ്ടത്? 3 - വരേണ്ടത് അല്ലേ? പക്ഷെ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, പിന്നെ 3 - കൂടി നമ്മൾ ടോട്ടൽ എന്താകും? 4 - ആവും. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ എന്ത് കിട്ടും? B5H5 4 - 4 എന്ന് പറഞ്ഞാൽ BnHn 4 ആണ് അല്ലെ? അത് വരുമ്പോൾ സ്ട്രക്ചർ എന്താ വരിക? അഗെയിൻ നീഡോ ആണ് വരിക. ക്ലിയർ ആയി? ഇങ്ങനെയാണ് സ്ട്രക്ചർ കണ്ടുപിടിക്കുക. അതായത് ഈ മൈനസും ഉണ്ട്, പിന്നെ ഇവിടെ 3 3H+ പോകുമ്പോൾ എത്ര വരും? അവിടെ -3 വരും. ഈ -3യും പിന്നെ ഓൾറെഡി ഉള്ള ഒരു മൈനസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം എന്ത് കിട്ടും? -4 കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇവിടെ -4 വരുന്നത്. അപ്പൊ ടേബിൾ നമുക്ക് എന്തായിരിക്കണം? തറോ ആയിരിക്കണം അല്ലേ? ഇത് അറിയാതെ നമുക്ക്, ഈ ഒരു സംഭവം അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്വസ്റ്റ്യൻസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബൊറൈൻ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? കാർബൊറൈൻ എടുത്തു നോക്കാം. കാർബൊറൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ കൂടി വരും അല്ലെ? കാർബൺ ഉള്ള ബൊറൈൻസ് ആണ് കാർബൊറൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടി കാർബൺ നമ്മൾ ബോറോണിന്റെ ഹൈഡ്രജൻ ടേമിൽ എഴുതാണ് വേണ്ടത്. അത് എങ്ങനെ എഴുതാം? ഒരു കാർബൺ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ വാലൻസ് എത്ര ഇലക്ട്രോണാ? 4 ഇലക്ട്രോൺസ് ആണ് അല്ലേ? ഇനി ബോറോൺ ആണെങ്കിലോ? ബോറോണും ഹൈഡ്രജനും ആണ് നമ്മുടെ BH എന്ന് പറയുന്നത്. ഈ ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 ആണ്. ഹൈഡ്രജനോ? ഹൈഡ്രജൻ 1. അപ്പൊ 3 + 1 ടോട്ടൽ എന്താണ്? 4 ഇലക്ട്രോൺസ്. എന്താ അതിനർത്ഥം? അതായത് ഒരു കാർബൺ എന്ന് പറയുന്നത് ഒരു BH ഫ്രാഗ്മെന്റിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് കാർബണിന്റെ സ്ഥാനത്ത്, ഒരു കാർബണിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? BH എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്തുണ്ട്? 2 കാർബൺ ഉണ്ട്. 2 കാർബൺ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? BH ട്വൈസ്. പിന്നെ ബാക്കി H10 B2 ഇങ്ങനെ എഴുതുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയി? മനസ്സിലായില്ലേ? ഇതെന്തുകൊണ്ടാ? കാർബൺ 4 ഇലക്ട്രോൺ ആണ് വാലൻസ് വരുന്നത്. ഒരു ബോറോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ വാലൻസ് 3 ആണ്, ഒരു ഹൈഡ്രജൻ 1 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മൊത്തം എന്ത് കിട്ടും? 4 ഇലക്ട്രോൺസ് കിട്ടും. വാലൻസ് ഇലക്ട്രോൺ ട്ടോ. വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പൊ 4 ഇലക്ട്രോൺ കിട്ടും. ഒരു BH എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഒരു കാർബൺ നമുക്ക് ഒരു BH ന് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ C ന്റെ സ്ഥാനത്ത് BH കൊടുത്തു. ഓൾറെഡി പിന്നെ ഇവിടെ 2 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ 2 അവിടെ തന്നെ ഇട്ടു. പിന്നെ ബാക്കി H10 B2 എന്നൊക്കെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്ത് ഒരുമിച്ച് എഴുതുക. എത്ര ബോറോൺ? അപ്പൊ ഇവിടെ 2 ബോറോണും കൂട്ടി മൊത്തം 4 ബോറോൺ ആയി. ഹൈഡ്രജനോ? ഇവിടെ 2 ഹൈഡ്രജൻ 10 ഹൈഡ്രജൻ കൂട്ടി മൊത്തം എത്രയായി? 12 ഹൈഡ്രജൻ. ആദ്യം ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഹൈഡ്രജനും ബോറോണിന്റെ എണ്ണം ഈക്വൽ ആക്കണം. അപ്പൊ എന്ത് വരും? B4H4 എഴുതിയില്ലേ? ബാക്കി എത്ര ഹൈഡ്രജനാ? 12 ആണ് ടോട്ടൽ അല്ലേ? മൊത്തം എത്ര വരും? അപ്പൊ ബാക്കി എത്ര വരും? അപ്പൊ 12 4 കുറച്ചാൽ H8 വരും. ക്ലിയർ ആയി? നമ്മൾ ഇതെന്ത് ചെയ്യാ? 8 4 12 കറക്റ്റ് അല്ലേ? ഓക്കെ, ഇതിന് 8H+ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? B4H4 8 - അല്ലെ? എത്രയാണോ H+ പോയത് അത്രയും മൈനസ് ഇവിടെ. ഇതെന്ത് ഫോർമുല? BnHn 8 - ഫോർമുല ആണ്. Hn 8 - എന്ന് പറഞ്ഞാൽ BnHn 8 - ഏതാണ്? BnH ഹൈഫോ ആണ് ആൻസർ വരിക. ഓക്കെ, ഹൈഫോ. ഓക്കെ, ഇതാണ് ഹൈഫോ. ക്ലിയർ ആയി? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് കണ്ടോ? ഫോർമുല ഓഫ് ബൊറൈൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ബൊറൈൻസിന്റെ പേര് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഇതെങ്ങനെ മാച്ച് ചെയ്യാം? B6H6 2- അല്ലെ? അതായത് BnHn 2- ആണ് തന്നിരിക്കുന്നത്. BnHn 2- ഏതാ? ക്ലോസോ അല്ലേ? എനിക്ക് ടേബിൾ ഒന്ന് റീകാപ്പ് ചെയ്യാം. ഓക്കെ, ഏതാണ്? BnHn 2- എന്ന് പറയുമ്പോൾ ഏതാണ്? ക്ലോസ് ഓൺ ബൊറൈൻ അല്ലേ? അപ്പൊ BnHn, അയ്യോ സോറി ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ BnHn 2- പറയുമ്പോൾ ക്ലോസോ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ക്ലോസോ കിട്ടും. ഓക്കെ, ഇവിടെ എന്താ വരിക? ക്ലോസോ. ഇത് ആദ്യത്തെ ഏതാണ്? ക്ലോസോ ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ട് ചെയ്താൽ A2 വരുന്ന ആൻസർ. A2 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, എയും ബിയും ഉണ്ട്. നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്തത് B5H9. B5H9 ഏതാണ്? അത് അറിയണം. എന്ത് ചെയ്യണം? നമ്മൾ B5H9 B5H9 അല്ലേ? അത് നമ്മൾ എന്താക്കുക? B5H5 പിന്നെ H4 ആയിട്ട് എഴുതണം അല്ലെ? അപ്പൊ ഇവിടെ -4H+. 4H+ നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? B5H5 4- കിട്ടും. അതായത് BnHn 4- മാറി. അപ്പൊ BnHn 4- എന്ന് പറയുമ്പോൾ ഏതാ? നീഡോ അല്ലേ? BnHn 4- എന്ന് പറഞ്ഞാൽ നീഡോ ആണ്. അപ്പൊ നമുക്കത് നീഡോയിലേക്ക് മാച്ച് ചെയ്യാം. നീഡോയിലേക്ക് മാച്ച് ചെയ്യുമ്പോൾ രണ്ടാമത്തെ നീഡോ, അതായത് B3 വരുന്ന ഓപ്ഷൻ ഏതാ? ഇത് മാത്രമേ ഉള്ളൂ അല്ലെ? ലാസ്റ്റ് വേണം ജസ്റ്റ് നോക്കാം. B4H10 B4H4 ബാക്കി എന്ത് വരും? H6 വരും അല്ലെ?
അപ്പൊ എന്ത് വരും? നമുക്ക് BnHn 6 മൈനസിൽ കിട്ടും. 6 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരിക? ടേബിൾ നോക്കിയേ. 6 മൈനസ് എന്ന് പറഞ്ഞാൽ അരാക്കനോ അല്ലെ? അരാക്കനോ. ബാക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ? നമുക്ക് അരാക്കനോ മാത്രമേ ഉള്ളൂ. ഇത് അരാക്കനോ. C 1 ആണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ A ആണ് ആൻസർ വരിക. സിമ്പിൾ അല്ലേ ചെയ്യാൻ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അരാക്കന ഏതാണ് ചോദിച്ചിരിക്കുന്നത്? അരാക്കന ഏതായിരുന്നു? BnHn. ഇപ്പൊ അവൾ പഠിച്ചത് BnHn 6 മൈനസ് ആയിരുന്നു അരാക്കനോ അല്ലെ? ജസ്റ്റ് മുകളിലത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. BnHn 6 മൈനസ് ഇതാണ് അരാക്കനായി കിട്ടിയത്. അപ്പൊ ഇത് അരാക്കനോ. സോ ഇതറിഞ്ഞാൽ മാത്രം മതി. ഇവിടെ B6H6 6 മൈനസ് അല്ലെ? അവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം അല്ലെ? ഓക്കെ ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. ബിക്കോസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ BnHn 6 മൈനസ് വരുന്ന രീതിയിലായിരിക്കണം കിട്ടേണ്ടത്. നമുക്ക് ആദ്യത്തെ നോക്കി നോക്കാം. B7H7 2 മൈനസ്. ഇത് അരാക്കനാണോ? അരാക്കൻ അറിയണമെങ്കിൽ എന്ത് എഴുതണം? നമ്മൾ സ്പീഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ തറവായില്ലേ? അപ്പൊ ഇതെന്തായാലും അല്ല. ഡയറക്റ്റ് ആയിട്ട് എന്താണ്? ഇത് ക്ലോസ് ആണ് അല്ലെ? 2 മൈനസ് വരുമ്പോൾ BnHn 2 മൈനസ് വരുമ്പോൾ ക്ലോസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ചെയ്ത് നോക്കാനൊന്നുമില്ല. ഓൾറെഡി ബിയും എച്ചും 7 നമ്പർ n ആയിട്ട് തന്നിരിക്കുന്നത്. ഓൾറെഡി എന്ത് ഫോമിലാണ്? BnHn 2 മൈനസ് എന്ന ഫോമിലാണ്. അത് രണ്ട് കണ്ടോ? n 7 രണ്ടിടത്ത് ഇവിടെ സെയിം ആണ്. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് ഫോർമുല ക്ലോസ് ആണ് നമുക്ക് കിട്ടും. അപ്പൊ ഓക്കെ. നമ്മൾ അടുത്തത് ഇതോ? ഇവിടെ കണ്ടോ? ഇവിടെ B6H6 2 മൈനസ് ആ. ഇതെന്ത് ഫോമുല? BnHn 2 മൈനസ് എന്ന ഫോമുല. അതെന്താണ്? അത് നമുക്ക് അതെന്താണ്? ക്ലോസോ ഫോമിലാണ്. ക്ലോസ് ആണ് രണ്ടും അല്ലെ? ഇവിടെ 2 മൈനസ് ആണ്. BnHn 2 മൈനസ് ക്ലോസ് ആണ്. ഇത് രണ്ടും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് രണ്ടും നമുക്ക് നോക്കണ്ട. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് B6H10 ഏതാ നോക്കാം. B6H10 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? B6H6 പിന്നെ H4 അല്ലെ? അപ്പൊ H4 ആണ് വരിക. ഇനി H പ്ലസ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B6H6 ഇവിടെ 4 മൈനസ് വരും അല്ലെ? 4 മൈനസ് വരും. 4 മൈനസ് ഉള്ളത് BnHn 4 മൈനസ് ഫോമിൽ അല്ലേ? 4 മൈനസ് അരാക്കനാണോ? അല്ല. 4 മൈനസ് ഏതായിരുന്നു? നീഡോ ആയിരുന്നു അല്ലെ? 4 മൈനസ് നീഡോ ആണ്. അപ്പൊ അതും അല്ല. അപ്പൊ നമുക്ക് എന്ത് പോസിബിലിറ്റി ഉള്ളൂ? ലാസ്റ്റ് ഓപ്ഷൻ ആണ്. അത് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ഓപ്ഷൻ കൂടി ചെയ്ത് നോക്കാം. അതൊരു കാർബോറൈൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് C2B7H13 സ്ട്രക്ചർ ഒന്ന് കണ്ടു നോക്കാം. C2B7H13 അല്ലെ? ഇതല്ലേ നമ്മളെ കോമ്പൗണ്ട്. ഇത് നമ്മൾ സിക്ക് പകരം BH എഴുതണം നമ്മൾ പറഞ്ഞു. ഒരു C എന്ന് പറയുന്നത് BH ന് ഈക്വൽ ആണ്. ഇവിടെ എത്ര C ഉണ്ട്? 2C. 2C പിന്നെ B7H13. ഇത് ഒന്നിച്ചാക്കി എഴുതാം അല്ലെ? ബോറോൺ ഇവിടെ 2 ബോറോൺ, ഇവിടെ 7 ബോറോൺ. മൊത്തം എത്ര ബോറോൺ വരും? 9 ബോറോൺ വരും. പിന്നെ ഇവിടെ 13 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ. മൊത്തം എത്ര ഹൈഡ്രജൻ വരും? 15 ഹൈഡ്രജൻ. ഇങ്ങനെ വരാം. ജസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആയി. ഇനി എങ്ങനെ എഴുതാം? B9 ഒരേപോലെ എഴുതണം. ബോറോണും ഹൈഡ്രജനും ഒരേപോലെ എഴുതി. ബാക്കി എത്ര കിട്ടും? H6. H6 എന്ത് ചെയ്യും? ബാക്കി വരും. ഇപ്പൊ ഏതാണ് ഫോർമുല? BnHn ഇവിടെ 6 മൈനസ് അല്ലെ? BnHn 6 മൈനസ് എന്ന് പറഞ്ഞാൽ ഏത് കറക്റ്റ് ആയിട്ട് കിട്ടി? എന്താ കിട്ടിയത്? അരാക്കനോ ആണ് അല്ലെ? അപ്പൊ എന്ത് കിട്ടി? അരാക്കനോ. അതാണ് ആൻസർ വരിക. എളുപ്പമല്ലേ ചെയ്യാൻ? ഇനി ഇതേപോലെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട്. ജസ്റ്റ് ചോദ്യങ്ങൾ കാണിക്കാട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാം സെയിം മെത്തേഡ് ആണ്. അപ്പോ ഇവിടെ മൈനസ് വരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞില്ല മൈനസും പിന്നെ അതിന് പുറമെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, നെഗറ്റീവ് ചാർജ് ആഡ് ചെയ്യുന്നത്. നമ്മൾ 2 പ്രോബ്ലം അങ്ങനെ ചെയ്തതാണ്. ഡൗട്ട് ഒന്നുമില്ല. ഇതും അങ്ങനെ തന്നെ. നിഡോ സ്ട്രക്ചർ ഏതാ? അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതും സോൾവ് ചെയ്യാം. ഓക്കെ. ഇനി ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ കാർബോറൈൻ C2B7H13 is named as. ഇപ്പൊ നമ്മൾ ചെയ്ത കാർബോറൈൻ ഇല്ലേ? ഈ കാർബോറൈൻ നമ്മളിപ്പോ കണ്ടുപിടിച്ച അരാക്കിനോ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിന്റെ സ്ട്രക്ചർ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മളിപ്പോ കണ്ടുപിടിച്ച എന്താ? അത് അരാക്കിനോ കണ്ടുപിടിച്ചൂടെ? സെയിം ക്വസ്റ്റ്യൻ സെയിം ആയിരുന്നു ഇവിടെ. C2B7H13 ഇതും തന്നെയാണ്. C2B7H13. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാവരും എന്താ? നിഡോയും ക്ലോസോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ട് ഇതിന് ആൻസർ ഇല്ലാത്തൊരു ചോദ്യമാണ്. ഇത് ശരിക്കും അരാക്കിനോ ആണ് വരേണ്ടത്. എന്തില്ല? ഇവിടെ ആൻസർ ഇല്ല. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. അതൊന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഇത്ര മതി. ഇത്രയാണ് നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത്. ബൊറൈൻസ് പറയാം. ഈ പ്രോബ്ലം ചെയ്യുന്ന വിചാരിക്കണം. 2 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം മോഡൽ തന്നെയാണ്. എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ. അത്ര മതി. ഇപ്പൊ ഇത്രത്തോളം എന്ത് ചെയ്തു? നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് പഠിച്ചു? ഈ പറയുന്ന സ്ട്രക്ചർ ഓഫ് ബൊറൈൻസ് പഠിച്ചു. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർക്കാനുള്ളത് ഏതാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ബോക്സ്, ഈ ഒരു ടേബിൾ. ഈ ടേബിൾ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്നത്. ഇതാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ക്ലിയർ ആയി? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മളിപ്പോ ബൊറൈൻസ് കഴിഞ്ഞു അല്ലെ? ഇനി നമ്മൾ അടുത്തൊരു കോമ്പൗണ്ടിലേക്ക് പോകുന്നത് ബോറോണിന്റെ തന്നെ ഒരു കോമ്പൗണ്ട് ആണ്. ബൊറാസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്.
ബൊറാസിന്റെ ഫോർമുല പ്രീവിയസ് ക്വസ്റ്റൻ ആണ് B3N3H6. ഇത് അറിയപ്പെടുന്ന പേരാണ് ഇനോർഗാനിക് ബെൻസ്. ഇത് രണ്ടും പ്രീവിയസ് ചോയ്സ് ഉണ്ട് കേട്ടോ. ഇനോർഗാനിക് ബെൻസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ബൊറാസിൻ ആണ്. ഫോർമുല എന്താ? B3N3H6. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. കണ്ടോ? ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് ഇനോർഗാനിക് ബെൻസ് എന്ന് വിളിക്കാനുള്ള റീസൺ കണ്ടില്ല. നമുക്ക് ഈ സ്ട്രക്ചർ തന്നെ മനസ്സിലാകും. ഇവിടെ എങ്ങനെ? ഇവിടെ അൾട്ടർനേറ്റ് ആയിട്ട് ബോറോൺ നൈട്രജൻ വെച്ചിരിക്കുകയാണ്. രണ്ടിനും ഇടയിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ? BN അൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട്. ബെൻസിന് അങ്ങനെ തന്നെ കാർബൺ ആണ് എല്ലാതും, പക്ഷെ അൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ കാണുമ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെ ഉണ്ട് കാണാൻ. ഓക്കെ, ആറ്റംസ് വ്യത്യാസം ഉണ്ടെങ്കിലും സ്ട്രക്ചർ എന്താണ്? ഒരേപോലെയാണ്. ഇവിടെ കണ്ടോ, ഓരോ ഹൈഡ്രജൻസും ഉണ്ട്, 6 ഹൈഡ്രജൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ബെൻസീൻ ആയിട്ടുള്ള സിമിലാരിറ്റി കാരണം ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ B3N3H6 ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ ഓർത്ത് വെക്കാം. നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. എങ്ങനെയാണ് ബൊറാസിൻ പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് 1:2 മോളാർ മിക്സ്ചർ ഓഫ് ഡൈബോറൈൻ വിത്ത് അമോണിയ. ഡൈബോറൈന് അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബൊറാസിൻ കിട്ടും. എങ്ങനെയാന്ന് വെച്ചാൽ B2H6 ഇതിന്റെ മോളാർ മിക്സ്ചർ എന്താണ്? 1:2 അല്ലെ? അതായത് 2 ഡൈബോറൈൻ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ 6 എന്തെടുക്കണം? അമോണിയ എടുക്കണം. ഇങ്ങനെയാട്ടോ. ഓക്കെ, 3B2H6 plus 6NH3 എന്നാലും നമുക്ക് 1:2 മോളാർ മിക്സ്ചർ ആവുള്ളൂ. എന്ത് കിട്ടും? ഇത് ഏകദേശം 300 ഡിഗ്രിയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് കിട്ടുന്നത് ബൊറാസിൻ ആണ്. B3N3H6 അല്ലെ? കിട്ടി. ബാക്കി ഹൈഡ്രജൻ എന്ത് ചെയ്യും? റിമൂവ് ആയിട്ട് പോകും. ക്ലിയർ ആയി? ഇമ്പോർട്ടന്റ് ആണ്. ഡൈബോറൈനും അമോണിയും കൂടി ട്രീറ്റ് ചെയ്താൽ ഡൈബോറൈൻ പ്ലസ് അമോണിയ നമുക്ക് കിട്ടുന്നത് ബൊറാസിൻ ആണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ. ഇനി അടുത്തൊരു റിയാക്ഷൻ പറയുന്നത് ലിഥിയം ബോറോം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രൈഡ്. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻസ് ആണ്. ഇത് NH4Cl ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ എങ്ങനെ വരും? ഇപ്പൊ ലിഥിയം ബോറോഹൈഡ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ ലിഥിയം ബോറോൺ ഹൈഡ്രൈഡ്. ഓക്കെ, LiBH4 3 മോളിക്യൂൾ. സെയിം 3 മോളിക്യൂൾ അമോണിയം ക്ലോറൈഡ് കൊടുക്കണം. ഓക്കെ, ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് 230 ഏകദേശം 200-230 ഡിഗ്രി സെൽഷ്യസിൽ എടുക്കും. എന്ത് കിട്ടും? പ്രൊഡക്റ്റ് കിട്ടുന്നത് ബൊറാസിൻ ആണ്. B3N3H6. അതിന് കൂട്ടത്തിൽ കുറച്ച് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ലിഥിയം ക്ലോറൈഡ് വരും, പിന്നെ ഹൈഡ്രജനും വരും. ഓക്കെ, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ഇല്ല. നമുക്ക് അറിയേണ്ട എന്താ? ഈ റിയേജന്റ് നമ്മൾ പഠിക്കേണ്ടത് ലിഥിയം ബോറോഹൈഡ്രൈഡും സോഡിയം ബോറോഹൈഡ്രൈഡും. ഇത് രണ്ടായിട്ട് ട്രീറ്റ് ചെയ്താൽ ഇപ്പൊ ഇവിടെ സോഡിയം എടുക്കുന്നെങ്കിലോ NaBH4 ആണെങ്കിൽ ഇവിടെ എന്ത് മാറും? ഇവിടെ ലിഥിയം ക്ലോറൈഡിന് പകരം നമുക്ക് എന്ത് കിട്ടും? സോഡിയം ക്ലോറൈഡ് കിട്ടും അല്ലെ? വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇവിടെ ലിഥിയം ബോറോഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രൈഡ്, അതിന് കൂടെ അമോണിയം ക്ലോറൈഡ്, പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ബൊറാസിൻ കിട്ടും. അപ്പൊ രണ്ട് മെത്തേഡ് മനസ്സിലായില്ലേ? ഒന്ന് ഡൈബോറൈൻ വിത്ത് അമോണിയ 1:2 മോളാർ മിക്സ്ചർ, രണ്ടാമത്തത് LiBH4 NaBH4 ഏതിന്റെ കൂടെ? അമോണിയം ക്ലോറൈഡ്. ക്ലിയർ ആയി? പ്രിപ്പറേഷൻ അത്ര പഠിക്കാളൂ. ഇതിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? മൊത്തത്തിൽ ബൊറാസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സഗണൽ പ്ലനാറ സ്ട്രക്ചർ, അതായത് ഒരു ഹെക്സഗൺ ആയിട്ട് നമ്മൾ ബെൻസിനൊക്കെ പോലെ തന്നെ അല്ലെ? ഒരു പ്ലനാർ സ്ട്രക്ചർ ആണ്. ഹെക്സഗണൽ പ്ലനാർ എന്ന് പറഞ്ഞാൽ 6 സെന്ററുകൾ ഉണ്ട്. ഇവിടെ കാണാം നമുക്ക് ഹെക്സഗണൽ ആയിട്ട്. ഒരു ഹെക്സഗൺ പോലെയല്ല ഇത് കാണുന്നത്. 1 2 3 4 5 6. അപ്പോൾ ഹെക്സഗണൽ പ്ലനാർ ആണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി NBN ബോണ്ട് ആംഗിൾ, അതായത് നൈട്രജൻ ബോറോൺ നൈട്രജൻ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 120 ഡിഗ്രി ആണ് കേട്ടോ. ഓക്കെ, പ്ലനാർ ആണ്, 120 ഡിഗ്രി ആണ് NBN ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. N-ന്റെയും B-ന്റെയും ഹൈബ്രിഡൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, ബോറോൺ ആറ്റും നൈട്രജൻ ആറ്റും അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഓക്കെ, ഈ ബോറോണിന്റെ നൈട്രജന്റെയും sp2 ഓർബിറ്റിൽ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. ഇവിടെ 3 ഹൈബ്രിഡ് ഓർബിറ്റിലാണ്. 2 s ഉണ്ട്, ഒരു p ഉണ്ട്. അപ്പൊ 3 ഹൈബ്രിഡ് ഓർബിറ്റിലാണ് മൊത്തം ഉണ്ടാവുക. 3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഉണ്ടാകും. അതിൽ 2 എണ്ണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്ലനാർ റിംഗ് ഫോം ചെയ്യും അല്ലെ? അതായത് ഈ പ്ലനാർ റിംഗ് ഇങ്ങനെ ഫോം ചെയ്യണ്ടേ? ഈ റിംഗ് ഇല്ലേ? ഈ റിംഗ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതായത് ഇങ്ങനെ റിംഗ് ഇത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുക? അതായത് ഇത്രയും. ഇതാണ് പ്ലനാർ ഹെക്സഗണൽ റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസ് ഉപയോഗിക്കും, അതായത് 2 ഓർബിറ്റൽസ് ഉപയോഗിക്കും. അതായത് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ 2 sp2 ഓർബിറ്റൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലനാർ ഹെക്സഗണൽ റിംഗ് ഫോം ചെയ്യും. ഇനി ഇവിടെയൊക്കെ എന്താണ്? ഇവിടെ നൈട്രജൻ ബോറോൺ അങ്ങനെ പോകുന്നു കേട്ടോ. ബോറോൺ നൈട്രജൻ അങ്ങനെയാണല്ലേ? ബോറോൺ നൈട്രജൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 2 sp2 ഓർബിറ്റൽ ഉപയോഗിച്ചു. ഇനി എന്താണ്? ഇനി ബിക്ക് എന്തുണ്ട്? ബോറോണിന് വാക്കന്റ് അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ട്. വാക്കന്റ് ആയിട്ടൊരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ബോറോൺ ഉണ്ട്. നൈട്രജൻ ആണെങ്കിലോ, നൈട്രജൻ അതിന്റെ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉള്ളത് ലോൺ പെയർ ആണ്. ബോറോണിന്റെ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ വാക്കന്റ് ആണ്. നൈട്രജന്റെ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ലോൺ പെയർ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ നിൽക്കുന്നത്. ഇനി ഈ പി ഓർബിറ്റൽ ഇല്ലേ? ഈ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ എങ്ങനെയാവുന്നു? ഒരു സൈഡ് വേസ് ഫാഷനിൽ ഓവർലാപ്പ് ചെയ്തിട്ട് പൈ ബോണ്ട് ഉണ്ടാക്കുന്നു അല്ലെ? പൈ ബോണ്ട്, ഡാറ്റീവ് പൈ ബോണ്ട്. അതായത് BN ഡാറ്റീവ് പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ ഏത് ബോണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇപ്പോ നൈട്രജൻ ബോറോൺ, ഈ പൈ ബോണ്ട് ഇല്ലേ? ഇവിടെ നൈട്രജൻ ബോറോണ്
നൈട്രജൻ 1 2 3 4 5 ആയുള്ളൂ അല്ലേ, സോറി. ഓക്കെ നൈട്രജൻ ഇവിടെ ബോറോൺ, ഇവിടെ നൈട്രജൻ, പിന്നെ ഇവിടെ ബോറോൺ. ഓക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അൾട്ടർനേറ്റ് ആയിട്ട് ബോറോണും നൈട്രജനും ഉണ്ട്. ഇവിടെ ബോറോൺ, ഓക്കെ ഡബിൾ ബോണ്ട് ഇവിടെ പിന്നെ ഇവിടെയും ഡബിൾ ബോണ്ട് വരും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് 3 BN പൈ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഇതാണ് ഒരു BN പൈ ബോണ്ട്. ഇതൊരു BN പൈ ബോണ്ട് അല്ല, അതല്ല, അവിടെ ഡബിൾ ബോണ്ട് ഇല്ല, അപ്പുറത്ത് ഒരു BN പൈ ബോണ്ട് ഇവിടെ വരുന്നുണ്ട്, ഒരു BN പൈ ബോണ്ട് ഇവിടെ, ഒരു ബോറോൺ നൈട്രജൻ പൈ ബോണ്ട് ഇവിടെ, അങ്ങനെ 3 പൈ ബോണ്ടാണ് വരുന്നത്. ഈ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അൺഎബ്രിഡൈസ്ഡ് പി ഓർബിറ്റിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആരുടെയൊക്കെ? ബോറോണും നൈട്രജനും രണ്ടിനും എന്തുണ്ട്? അൺഎബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ട്. ബോറോണിന്റെ അൺഎബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ എന്താണ്? വാക്കന്റ് ആണ്. പി ആ പറയുന്നത്. നൈട്രജൻ അൺഎബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ എന്തുണ്ട് പറഞ്ഞു? നമ്മൾ ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഇത് ഈ അൺഎബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ബോറോണിന്റെയും നൈട്രജന്റെയും ഓർബിറ്റൽ എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്യുന്നു. അത് ഓവർലാപ്പ് ചെയ്തിട്ട് സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് എന്തുണ്ടാകും? സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്താൽ പൈ ബോണ്ട് ഉണ്ടാവാം. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഇവിടെ നൈട്രജന്റെ ലോൺ പെയർ ഉപയോഗിച്ചിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പൈ ബോണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ NB എന്ന് പറയുന്ന ഈ പൈ ബോണ്ട് സിഗ്മ ഓൾറെഡി നേരത്തെ ഉണ്ടായി അവരുടെ ഉപയോഗിച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഈ ഒരു പൈ ബോണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ലാറ്ററൽ ഓവർലാപ്പ് വഴി നൈട്രജന്റെ ലോൺ പെയർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ബോറോണ് കൊടുക്കുന്നത്. അല്ല, ബോറോണിന്റെ ഓൾറെഡി വാക്കന്റ് പി ഓർബിറ്റൽ, ആ വാക്കന്റ് പി ഓർബിറ്റലിലേക്ക് നൈട്രജൻ എന്ത് ചെയ്യുന്നു? അതിന്റെ അൺഎബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ എന്നുള്ള ലോൺ പെയർ നൈട്രജൻ ബോറോണിന് ഡൊണേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഡാറ്റീവ് പറയാൻ കാരണം എന്താ? നൈട്രജന് മാത്രമാണ് കോൺട്രിബ്യൂഷൻ. അതായത് നൈട്രജൻ ബേസിക്കലി ബോറോണിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയി? ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഇലക്ട്രോൺസ് പാർഷ്യൽ ഡീലോക്കലൈസേഷൻ ആണ്. ഇലക്ട്രോൺസ് ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ നൈട്രജൻ എന്താണ് നമുക്ക് നോക്കുമ്പോൾ പറയാം, ബോറോൺ വെച്ച് നോക്കുമ്പോൾ നൈട്രജൻ ഇലക്ട്രോണെഗറ്റിവിറ്റി വളരെ കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് കൂടുതലും ഈ ഒരു ബോണ്ട്, അതായത് ഇപ്പൊ ബോണ്ട് വരുമ്പോൾ, അതായത് ഇപ്പൊ NB ബോണ്ടിൽ ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, ഒരു പൈ ബോണ്ട് ഉണ്ട് അല്ലെ. ഈ സിഗ്മ ബോണ്ടിന് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാവും. അത് മിക്കവാറും നൈട്രജൻ അടുത്തേക്കാണ് ചെല്ലുക. ബിക്കോസ് നൈട്രജൻ എന്താണ്? ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഓക്കെ ഇവിടെ നൈട്രജൻ ബോറോൺ കൊടുക്കുന്നുണ്ട്. അത് ഏത് ബോണ്ടല്ല? പൈ ബോണ്ട് ഉണ്ടാവുന്ന അവിടെ ഡയറ്റീവ് പൈ ബോണ്ട്. പക്ഷെ ഈ നൈട്രജൻ ഇലക്ട്രോനെഗറ്റീവ് ആയത് കാരണം ഈ സിഗ്മ ഇലക്ട്രോൺ ഉണ്ടല്ലോ, സിഗ്മ ബോണ്ട്, ആദ്യം തന്നെ ഉണ്ടായിട്ടുള്ള സിഗ്മ ബോണ്ട്, അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി നൈട്രജൻ എടുത്താൽ നിൽക്കാം. ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡീലോക്കലൈസേഷൻ അത്ര കാര്യമായിട്ട് നടക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് ഉള്ളത് കാരണം പാർഷ്യൽ ഡീലോക്കലൈസേഷൻ മാത്രമേ ഉള്ളൂ. നമ്മളെ ബെൻസിനൊന്നും പോലെയല്ല. ബെൻസിനിലൊക്കെ എന്താ എല്ലാതും കാർബൺ ആണ്, അവിടെ ഫുൾ ആയി ഡീലോക്കലൈസേഷൻ നടക്കും. പക്ഷെ ഇവിടെ അങ്ങനെ നടക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ എങ്ങനെയാണ് സ്ട്രക്ചർ വന്നത് മനസ്സിലായില്ലേ? കണ്ടോ, ഇങ്ങനെ നമുക്ക് റെസൊണൻസ് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഡീലോക്കലൈസേഷൻ വഴി നൈട്രജൻ ഉണ്ടോ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റെസൊണൻസ് സ്ട്രക്ചർ വേണമെങ്കിൽ വരയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ അത്രേ ഉള്ളൂ. ഈ സ്ട്രക്ചർ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇപ്പോൾ ഓർക്കേണ്ട കാര്യം sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ബോറോണും നൈട്രജനും. അതൊന്ന് ഓർക്കണം. പിന്നെ സിഗ്മ ബോണ്ട് ഈ റിംഗ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ sp2 എന്ന് പറയുമ്പോഴേ ഇങ്ങനെയാണ് ഇതിൻ്റെ sp2 രണ്ട് എസും പിന്നെ പിയും വരുന്നുണ്ട്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, 3 ഇലക്ട്രോൺ ആണ് വരുന്നത്. ഇങ്ങനെ 3 ഇലക്ട്രോൺ അല്ലേ. ഇപ്പൊ ബോറോണിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബോറോണിന്റെ ഫോർമുല എന്താ? 1s2 2s2 അല്ലേ, 2s2 2p1 ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോ ഇവിടെ ഇതിപ്പോ 2s, സപ്പോസ് നമ്മൾ ഒന്നുകൂടി വരയ്ക്കുകയാണെങ്കിൽ ഇത് ക്ലിയർ ആവണട്ടെ, ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് 1s, ഇത് 2s, ഇത് 2p. ഇങ്ങനെയാണ് ഇലക്ട്രോൺസ്. അപ്പോൾ 2sൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 1s നമുക്ക് ആവശ്യമില്ല. അപ്പൊ 2s 2 ഇലക്ട്രോണിന് 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും. ബേസിക്കലി ഇങ്ങനെയാണ് വരിക അല്ലെ. ഇത് 2s ആണ്. 2sൽ 2 ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ പിയിലേക്ക് എക്സൈറ്റ് ആവും. ഇത് 2p. അപ്പൊ ഇത് മൂന്നും കൂടിയാണ് എന്ത്? sp2 ആവുന്നത്. ഓക്കെ ബാക്കി ഇതാണ് അൺഎബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ. അതെന്തെങ്കിലും ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിത്തെ ഈ 2 ഇലക്ട്രോൺസ്, അതായത് മൊത്തം എന്ത് കിട്ടും? ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. ഇങ്ങനെ 3 sp2 കിട്ടി. ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ഇതിൽ ഒരു sp2 എന്തായിട്ട് മാറും? ഒരു sp2 ഇലക്ട്രോൺ ഹൈഡ്രജന് കൊടുക്കും. ഹൈഡ്രജന് 1s ആയിട്ട് ഇവിടെ ഹൈഡ്രജൻ ഇല്ലേ, എല്ലാ ബോറോണിന്റെ നൈട്രജന് മുകളിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ വേണ്ടി ഒന്ന് ഉപയോഗിച്ചു. പിന്നെ ഈ രണ്ട് ഇത് ഉപയോഗിക്കണം എന്തിനാ? ബോറോൺ ആയിട്ട് നൈട്രജൻ, അതായത് ഒരു നൈട്രജൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബോറോണ് 2 നൈട്രജൻ ആയിട്ട് ബോണ്ട് ഉണ്ട്. ഈ രണ്ടും എന്താ? സിഗ്മ ബോണ്ട് ആണ്. ആ സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടെണ്ണം ഉപയോഗിക്കുന്നത്. അത് ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, അതുകൊണ്ട് പിന്നെയും പറയാം കേട്ടോ. അപ്പൊ sp2 എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഒന്ന് ഹൈഡ്രജന്റെ 1s ആയിട്ട് പോയി, ബാക്കി രണ്ടെണ്ണം ഉപയോഗിക്കുന്നത് നൈട്രജനും ബോറോണും പരസ്പരം കൊടുക്കുകയാണ്. ഇപ്പൊ ബോറോണിന്റെ കേസ് ആകുമ്പോൾ 2 നൈട്രജൻ വേണം കൊടുക്കാൻ. 2 നൈട്രജനുമായിട്ട് കൊടുക്കുക മീൻസ് ബോണ്ട്, അതായത് sp2 ഹൈബ്രിഡ് ഓർബിറ്റ് ഇലക്ട്രോൺ പെയറിംഗ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ പെയർ ചെയ്യുന്നത് 2 നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജൻ എന്തുണ്ട്? ഒരു sp2 ഇലക്ട്രോൺ ഉണ്ടാവും, ഇവിടെ sp2 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഇലക്ട്രോൺസ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ.
അപ്പൊ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി പറയണ്ടല്ലോ. നമുക്ക് നെക്സ്റ്റ് ഇതുകൂടി ജസ്റ്റ് പറഞ്ഞേക്കാം. ഈ നൈട്രജൻ ബേസിക് ആണ് അല്ലെ. നൈട്രജൻ എന്തുണ്ട്, അതിന് ലോൺ പെയർ കാരണം അവിടെ ബേസിക് ആണ്. പിന്നെ ബോറോൺ അതിന് അസിഡിറ്റി എന്ത് ചെയ്യുന്നു, റീറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അതായത് നൈട്രജൻ ബേസിറ്റി റീറ്റെയിൻ ചെയ്യുന്നു, ബോറോൺ അസിഡിറ്റി റീറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ HCl എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കാരണം ഇവിടെ അഡീഷൻ റിയാക്ഷൻ നടക്കും. ഈ ബെൻസിന് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നതിന് കാരണം എന്താ, അതിന്റെ ഇലക്ട്രോൺസ് ഫുള്ളായി ഡീലോക്കലൈസ് ചെയ്ത് പോവാ. അങ്ങനെ ഇലക്ട്രോൺ ഡീലോക്കലൈസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അവിടെ അഡീഷൻ നടക്കാത്തത്. പക്ഷെ ബൊറാസിന് നമ്മൾ പറഞ്ഞു ഇവിടെ എന്തേ ഉള്ളൂ, പാർഷ്യൽ ഡീലോക്കലൈസേഷൻ ഉള്ളൂ അല്ലെ, പാർഷ്യൽ ഡീലോക്കലൈസേഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, HCl പോലുള്ള പോളാർ സ്പീഷീസ് ഒക്കെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം HCl അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ പറഞ്ഞ ഡബിൾ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ബോറോണ്ടിൻ ഹൈഡ്രജന് മുകളിൽ എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ അല്ല ക്ലോറിൻ വന്നിട്ട് ആഡ് ചെയ്യും അല്ലെ. കണ്ടില്ലേ, ഈ Hഉം Cl വന്നിട്ട് ആഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ അഡീഷൻ നടക്കാൻ കാരണം എന്താണ്, നൈട്രജൻ ബേസിറ്റിയും ബോറോൺ അസിഡിറ്റി റിട്ടൈൻ ചെയ്യുന്നുണ്ട്. ഇത് ബെൻസീന്റെ ബിഹേവിയറിന് കോൺട്രാസ്റ്റ് ആണ്. ബെൻസീന് HCl ആഡ് ചെയ്താൽ എന്തെങ്കിലും റിയാക്ഷൻ നടക്കും, ഒന്നും നടക്കൂല. ഓക്കെ, അപ്പൊ ഇത് ഡീലോക്കലൈസേഷൻ ഫുൾ ആയിട്ടില്ല, പാർഷ്യൽ ഡീലോക്കലൈസേഷൻ ഉള്ളൂ, ഇലക്ട്രോൺസ് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആയില്ലേ? നമുക്ക് വേണമെങ്കിൽ രണ്ട് റിയാക്ഷൻസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന് ആക്ഷൻ വിത്ത് വാട്ടർ, അതായത് ബൊറാസ് നമ്മൾ വാട്ടർ ആയിട്ട് ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരാം, B3N3H6 അല്ലേ. ഓക്കെ, ഇത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ ചെയ്യാൻ പോകുന്നു കേട്ടോ. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ 9H2O എടുക്കാണ്. ഹൈ ടെമ്പറേച്ചർ ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3BOH ട്രൈസ് കിട്ടും. 3BOH ട്രൈസ്. 3BOH ട്രൈസ് എന്ന് പറയുന്ന സാധനം എന്താ, ബോറിക് ആസിഡ്. അപ്പൊ ബോറിക് ആസിഡിന്റെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എന്ത് കിട്ടും, ബൊറാസിന് ചെയ്യാൻ പറ്റും. ഓക്കെ, B3N3H6 + 9H2O. ഇത് ബോറിക് ആസിഡ്. കുറച്ച് ബൈ പ്രൊഡക്റ്റും കിട്ടും, നമുക്കത് ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഓർക്കുക, ബൊറാസിൻ വാട്ടർ ആയിട്ട് എക്സസ് വാട്ടർ, നല്ലോണം വാട്ടർ ഉണ്ട്, 100 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്, ടെമ്പറേച്ചറും കൊടുക്കുകയാണ്. ടെമ്പറേച്ചറും കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ബോറിക് ആസിഡ് കിട്ടും. ഇനി HCl റിയാക്ഷനോ, HCl റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, B3N3H6. ഇപ്പൊ നമ്മൾ ചെയ്താണ് HCl ആയിട്ട് റിയാക്ഷൻ. 3HCl ആണ്. പ്രൊഡക്റ്റ് എന്താ, B3N3H9Cl3. ഈ കോമ്പൗണ്ട് ഇപ്പൊ നമ്മളിവിടെ ചെയ്തില്ലേ, ഈ കോമ്പൗണ്ട്. ഓക്കെ, ഈ രണ്ട് റിയാക്ഷൻസ് ആർക്കില്ല, ബെൻസീൻ ഇല്ല അല്ലെ. ബെൻസീന് വാട്ടർ ആഡ് ചെയ്യാനോ വാട്ടർ ആയിട്ട് ഹൈഡ്രോളിസ് ചെയ്യാനോ ബെൻസീന് പറ്റില്ല. അപ്പൊ ഇതൊക്കെ ബെൻസീന്റെ ബിഹേവിയർ എന്നുള്ള ഡിഫറൻസ് ആണ്. സ്റ്റിൽ ഇതിന് എന്ത് വിളിക്കുന്നുണ്ട്, ഇനോർഗാനിക് ബെൻസീൻ നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കാരണം സ്ട്രക്ചറൽ സിമിലാരിറ്റി കാരണമാണ്. ഈ രണ്ട് റിയാക്ഷൻസ് ഓർത്തേക്ക്. ഇനി ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയ രണ്ടെണ്ണം എടുത്തു മാത്രം. ഈ ഒരു ചോദ്യമാണ് ബൊറാസിന് വന്നിട്ടുള്ളത്, കണ്ടോ. സിമ്പിൾ ചോദ്യമാണ്. ഇനോർഗാനിക് ബെൻസീൻ ഇസ് പ്രിപ്പയർഡ് ബൈ റിയാക്ടിംഗ് ഡൈബോറൈൻ വിത്ത് അമോണിയ ആൻഡ് ഫോർമുലൈസ്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊക്കെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ഇവിടെ ഫോർമുല മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സിമ്പിൾ ആണ്. എന്താ ഫോർമുല, B3N3H6. ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇന്ന് എടുത്തപ്പോൾ ഏതൊക്കെയാ, ബൊറൈന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പഠിച്ചു, ക്ലോസോനിഡാരാക്രം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇനോർഗാനിക് ബെൻസിൻ ആയിട്ടുള്ള ബൊറാസിനെ പറ്റിയും പഠിച്ചു. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ബോറിക് ആസിഡ് പഠിക്കാം. ഓക്കെ അല്ലേ. അപ്പൊ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. താങ്ക് യു.